ഞാൻ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിയ കാലം തൊട്ട് എൻ്റെ ഒരു കൺസേൺ കുഞ്ഞുങ്ങളായിരുന്നു. അതുകൊണ്ട് എപ്പോഴും ടാൻസാനിയയിലായിരുന്ന സമയത്ത് ഞാൻ കുട്ടികൾക്ക് വേണ്ടിയുള്ള മിനിസ്ട്രിയിലാണ് അധികവും ഇൻവോൾവ് ചെയ്തിട്ടുള്ളത്. ദൈവവചനത്തിൽ നിന്ന് കുട്ടികളെ സംബന്ധിച്ച് ഒരു വാക്യം വായിക്കാനായിട്ട് ഞാൻ താല്പര്യപ്പെടുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ 1-ാം അധ്യായത്തിൻ്റെ 80-ാമത്തെ വാക്യം. അതിങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: പൈതൽ വളർന്ന് ആത്മാവിൽ ബലപ്പെട്ടു, അവൻ ഇസ്രായേലിന് തന്നെത്താൻ കാണിക്കുന്ന ആൾ വരെ മരുഭൂമിയിലായിരുന്നു. അത് യോഹന്നാൻ സ്നാപകനെ പറ്റി പറയുന്ന ഒരു കാര്യമാണ്. 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 2-ാം അധ്യായം അതിൻ്റെ 40-ാമത്തെ വാക്യത്തിൽ യേശു കർത്താവിനെ പറ്റി അങ്ങനെ തന്നെ പറയുന്നുണ്ട്. പൈതൽ വളർന്നു, ജ്ഞാനം നിറഞ്ഞു, ആത്മാവിൽ ബലപ്പെട്ടു പോന്നു, ദൈവകൃപയും അവന്മേലുണ്ടായിരുന്നു. 2 പൈതങ്ങൾ. ഈ 2 പൈതങ്ങൾക്കും കോമൺ ആയിട്ടുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അവർ ആത്മാവിൽ ബലപ്പെട്ടു പോന്നു എന്നുള്ളതാണ്. യേശു കർത്താവിനെ പറ്റി പറയുമ്പോൾ ആത്മാവിൽ ബലപ്പെട്ടു പോന്നു എന്നാണ് പറയുന്നത്. അതൊരു തുടർമാനമായ ഒരു പ്രക്രിയയാണ്. ആത്മാവിൽ ഇങ്ങനെ ബലപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. ഞാൻ ചിന്തിക്കുകയായിരുന്നു, ഇന്നത്തെ കുഞ്ഞുങ്ങളുടെ ഒരു പ്രത്യേകത, അവർ ആത്മാവിലല്ല ബലപ്പെടുന്നത്, മറിച്ച് അവർ മൊബൈൽ ഫോണിലും ഇൻ്റർനെറ്റിലും ഒക്കെയാണ് ബലപ്പെടുന്നത്. എന്തെല്ലാം അറിവുകളാണ് അവർക്കുള്ളത്! ഇൻ്റർനെറ്റിൽ അവർക്ക് കിട്ടുന്ന അറിവുകൾ ഒരുപാട് കാര്യങ്ങളാണ്, ഒരുപാട് കാര്യങ്ങൾ. അതുപോലെ തന്നെ അപകടകരമായ കാര്യങ്ങളുമാണ്. പക്ഷെ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഇന്ന് ബലപ്പെടേണ്ടത് ആത്മാവിലാണെന്ന് ദൈവാത്മാവ് ഒരിക്കലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. അവർ ആത്മാവിൽ ബലമുള്ളവരായി മാറണം, അല്ലേ? കുട്ടികൾ കുസൃതിയുള്ളവരാണ്. കുട്ടികളുടെ കുസൃതികളൊക്കെ കാണാൻ നല്ല രസവുമാണ്. ഞാനൊരു കഥ ഇങ്ങനെ ഓർക്കുന്നു. ഒരിക്കലും അച്ഛൻ ഒരു റോഡിലൂടെ ഇങ്ങനെ നടന്നു പോവുകയാണ്. അദ്ദേഹം ഇങ്ങനെ പോകുമ്പോൾ അദ്ദേഹം ഒരു കാഴ്ച കണ്ടു. ഒരു കുഞ്ഞ് ഒരു വീടിൻ്റെ കോളിംഗ് ബെൽ അടിക്കാനായിട്ട് ഇങ്ങനെ കഷ്ടപ്പെടുകയാണ്. അവന് കൈയെത്തുന്നില്ല. അപ്പോൾ അച്ഛൻ വിചാരിച്ചു ഇവനെ ഒന്ന് സഹായിക്കാം. അങ്ങനെ അച്ഛൻ അവിടെ ചെന്ന് ഈ കുഞ്ഞിനെ എടുത്തു പൊക്കി. കുഞ്ഞ് കോളിംഗ് ബെൽ 2-3 പ്രാവശ്യം അമർത്തി അടിച്ചു. എന്നിട്ട് അച്ഛൻ്റെ കയ്യിൽ നിന്ന് ഊർന്നിറങ്ങിയിട്ട് അച്ഛനോട് പറഞ്ഞു, അച്ഛാ ഇനി ഇവിടെ നിൽക്കണ്ട, ഓടിക്കോ, ഈ വീട്ടിലൊരു താടകയുണ്ട്, അവരിറങ്ങി വന്നാൽ ചീത്ത വിളിക്കുമെന്ന്. കുട്ടിക്കുസൃതികളൊക്കെ കാണാൻ രസമാണ്. പക്ഷേ ഇന്നത്തെ പ്രശ്നം കുട്ടികൾ കുസൃതികളാകുന്നു എന്നുള്ളതല്ല, കുട്ടികൾ ക്രിമിനലുകളായി മാറുന്നു എന്നുള്ളതാണ്. കുട്ടികൾ ക്രിമിനലുകളായി മാറുകയാണ്, അപകടകാരികളായി മാറുകയാണ്. യേശു കർത്താവ് ഇന്ന് ഇവിടെ പ്രിയ മാത്യു ചായൻ പറഞ്ഞൊരു കാര്യം, യേശു കർത്താവിനെ ക്രൂശിക്കാനായിട്ട് കൊണ്ടുപോകുന്ന സമയത്ത് ഒരുപാട് ആളുകൾ അവൻ്റെ പിന്നാലെ ഇങ്ങനെ വരുന്നു. ഒത്തിരി സ്ത്രീകൾ കരഞ്ഞുകൊണ്ട് വരുമ്പോൾ യേശു കർത്താവ് അവരോട് പറയുകയാണ്, നിങ്ങൾ എന്നെ ചൊല്ലിക്കരയേണ്ട, നിങ്ങളെയും നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും ചൊല്ലിക്കരയുക. മാതാപിതാക്കൾക്കുള്ള ഒരു വലിയ ഉത്തരവാദിത്വം കുഞ്ഞുങ്ങളെ ചൊല്ലി നിരന്തരമായി കരയുക എന്നുള്ളതാണ്. അവർക്ക് വേണ്ടി കരയണം. ഇന്ന് അമ്മമാരൊക്കെ കരയുന്നുണ്ട്, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കരയുന്നുണ്ട്. എന്തിനു വേണ്ടിയാണ് കരയുന്നത്? അവർക്ക് നല്ല ഭാവി ഉണ്ടാകാൻ, നല്ല വധൂവരന്മാരെ കിട്ടാൻ, നല്ല ജോലി കിട്ടാൻ, നല്ല സ്റ്റാറ്റസ് സമൂഹത്തിൽ കിട്ടാൻ, ഇതിനൊക്കെ വേണ്ടി കരയുന്നുണ്ട്. പക്ഷേ യേശു കർത്താവ് പറയുന്നത് എന്താണെന്നറിയോ? അവർ ആത്മാവിൽ ബലപ്പെടാൻ വേണ്ടി നിങ്ങൾ കരയണം. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ആത്മാവിൽ ബലമുള്ളവരായി തീരാൻ, അവരുടെ അകത്ത മനുഷ്യൻ ബലം പ്രാപിക്കുന്നതിന് വേണ്ടി നിങ്ങൾ കരയണം, നിരന്തരമായി കരയണം. നമ്മുടെ തലമുറ നാശത്തിലേക്ക് പോകുന്നവരുടെ കൂട്ടത്തിലായി പോകരുത്. ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകതയൊക്കെ നമുക്കറിയാം. ഒരു 30 വർഷം മുമ്പുള്ള കുഞ്ഞുങ്ങൾ അനുഭവിക്കുന്ന തരം പ്രലോഭനങ്ങളൊന്നും അല്ല. അതിലൊക്കെ എത്രയോ ഇരട്ടി പ്രലോഭനങ്ങളിലൂടെയാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ കടന്നു പോകുന്നത്. അവർക്ക് വേണ്ടി നാം നിരന്തരമായിട്ട് കരയാൻ തയ്യാറാകണം. 2 അയൽക്കാരികളായ സ്ത്രീകൾ ഇങ്ങനെ സംസാരിക്കുകയാണ് വൈകുന്നേരങ്ങളിൽ. അപ്പോൾ ഒരു സ്ത്രീ അടുത്ത സ്ത്രീയോട് പറഞ്ഞു, ഞാൻ വളരെ ദുഃഖിതയാണ്, ദൈവം എനിക്കൊരു കുഞ്ഞിനെ തന്നില്ലല്ലോ, അതാണ് എൻ്റെ ദുഃഖം. അപ്പോൾ അടുത്ത സ്ത്രീ പറയുകയാണ്, നീ ഭാഗ്യവതിയാടി, കാരണം ഒരു കുഞ്ഞുണ്ടാകുകയും അവൻ ഒരുവനെ കൊന്നിട്ട് ജയിലിൽ കിടക്കുകയും ചെയ്യുന്ന വേദന ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്, അത് നീ അനുഭവിക്കുന്നില്ലല്ലോ, അതുകൊണ്ട് നീ ഭാഗ്യവതിയാണ്. നോക്കണം, അമ്മമാർ കരയുന്നവരുണ്ട്. തങ്ങളുടെ കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടതോർത്ത് കരയുന്ന അമ്മമാരുണ്ട്. അങ്ങനെ വരാനല്ല, അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി നാം കരയണം. യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് അവസാന കാലത്ത് പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ നിങ്ങൾ ലോകക്കാരല്ലാത്തത് കൊണ്ട് ലോകം നിങ്ങളെ പകയ്ക്കും. എന്നാൽ നിങ്ങൾ ലോകക്കാരായിരുന്നുവെങ്കിൽ ലോകം തനിക്ക് സ്വന്തമായതിനെ സ്നേഹിക്കുമായിരുന്നു. ഞാൻ പറയട്ടെ പ്രിയമുള്ളവരെ, നാം ലോകത്തെ സ്നേഹിക്കാതിരിക്കുന്നത് പോലെ തന്നെ ലോകം നമ്മെ സ്നേഹിക്കാതിരിക്കാൻ കൂടി നാം ശ്രദ്ധിക്കണം.
നമുക്ക് പറയാം, ഞാൻ ലോകത്തെ സ്നേഹിക്കുന്നില്ല, എനിക്ക് ലോകവുമായിട്ട് സ്നേഹമൊന്നുമില്ല, ലോകത്തിൻ്റെ കാര്യങ്ങൾ എനിക്ക് ഇഷ്ടമൊന്നുമില്ല. പക്ഷെ ലോകം നമ്മെ സ്നേഹിക്കുന്നുണ്ടോ? നാം ലോകത്തിൽ ഒരു ഒരു എന്താ ഫീലിംഗ് ഓഫ് ബിലോങ്ങിങ്, അങ്ങനെ ഒരു അനുഭവം ലോകത്തിന് നമ്മെക്കുറിച്ചുണ്ടോ? എങ്കിൽ നാം അപകടത്തിലാണ്. ലോകം നമ്മെ സ്നേഹിക്കാതിരിക്കാൻ നാം ശ്രദ്ധിക്കണം. നമ്മുടെ തലമുറയെ ലോകം സ്നേഹിക്കാതിരിക്കാൻ നാം ശ്രദ്ധിക്കണം. അവർ ലോകത്തെ സ്നേഹിക്കാത്തവരാണ്, അത് ശരി തന്നെയാണ്. പക്ഷേ ലോകം അവരെ സ്നേഹിക്കാൻ നാം ഇടം കൊടുക്കരുത്, അതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകരുത്. അത്തരം സാഹചര്യങ്ങളില്ലാതെ, അല്ലെങ്കിൽ അത്തരം അവസ്ഥകളില്ലാതെ അവർ വളർന്നു വരേണ്ടതിന് വേണ്ടി നാം കരയണം, നാം പ്രാർത്ഥിക്കണം. നമ്മുടെ തലമുറകൾ കർത്താവിൻ്റെ സന്നിധിയിൽ നഷ്ടപ്പെട്ടു പോകാതിരിക്കാനായിട്ട് നാം പ്രാർത്ഥിക്കണം. ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കട്ടെ. ദൈവമായ കർത്താവ് നമ്മെ എവരെയും സഹായിക്കട്ടെ. താങ്ക് യു. കേൾവിയാലും കേൾവി ക്രിസ്തു വരുന്നു. Thank you for the cross, Lord. Thank you for the price you paid, bearing all my sin and shame. In love you came and gave amazing grace. Thank you for this love, Lord. Thank you for the nail-pierced hands. Wash me in your cleansing flow. Now all I know, your forgiveness and embrace. Worthy is the Lamb seated on the throne. Crown you now with many crowns, your reign victorious. High and lifted up, Jesus, Son of God, the treasure of heaven crucified. Worthy is the Lamb, worthy is the Lamb, worthy is the Lamb. എഴുന്നേറ്റ് പ്രകാശിക്കാൻ, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു, യഹോവയുടെ തേജസ് നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. യെശയ്യാവ് 60:1. ഞാൻ കർത്താവിന് നന്ദി കരയറ്റുന്നു. വളരെ സന്തോഷത്തോടു കൂടെയാണ് ഇന്നിവിടെ നിൽക്കുന്നത്. കർത്താവ് നമുക്ക് ചില പുതിയ കുടുംബങ്ങളെ തന്നു എന്നുള്ളത് വളരെ സന്തോഷകരമായ കാര്യമാണ്. ഇന്നലെ ഇവാൻ്റെയും ജൂലിയയുടെയും വിവാഹത്തിന് നമുക്കൊക്കെ പങ്കെടുക്കുവാൻ തക്കവണ്ണം കഴിഞ്ഞു. എനിക്ക് വളരെ ആഗ്രഹം ഉണ്ടായിരുന്നു എൻ്റെ ആഫ്രിക്കയ്ക്ക് ഈ ആഴ്ച അങ്ങ് പോകണമെന്ന് ചിന്തിച്ചതാണ്. എന്നിട്ട് ഇവരുടെ വിവാഹം കൂടെ കഴിഞ്ഞിട്ട് പോകാം എന്നുള്ള ചിന്തയിലാണ്. മറ്റന്നാളിൽ ഞങ്ങൾ ടാൻസാനിയയ്ക്ക് പോവുകയാണ്. വിവാഹവുമായി ബന്ധപ്പെടുത്തി അത്രയും ദിവസങ്ങളോടൊന്ന് എക്സ്റ്റെൻഡ് ചെയ്തതാണ്. എനിവേ, ആഫ്രിക്കയിൽ ഞാൻ ഇല്ലാതിരുന്ന സമയത്തും, ഞാൻ കുറച്ച് നാൾ അവിടെ ഇല്ലായിരുന്നല്ലോ, ഇപ്പം ആദ്യം പോയിട്ട് വന്നു. കഴിഞ്ഞ മാസമൊന്നും അവിടെ ഇല്ലായിരുന്നു. പക്ഷേ ദൈവത്തിൻ്റെ ഒരു മഹാകരുണയാൽ ഞങ്ങളില്ലാതിരുന്ന സമയത്തും അവിടെ വളരെ കൃത്യമായിട്ട് അവിടെയൊക്കെ ബൈബിൾ സെമിനാറുകളും വേദപുസ്തകത്തിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ നമ്മളുടെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. 10,000 ബൈബിളുകൾ നമ്മളവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കർത്താവ് സഹായിച്ചു. ഞാനില്ലാതിരുന്ന സമയത്താണ് അവിടെ സാബ എന്ന് പറഞ്ഞ ഒരു 7ാമത്തെ മാസത്തിൽ ഒരു ട്രേഡ് ഫെയർ നടക്കുന്നുണ്ട് ടാൻസാനിയയിൽ. ഗവൺമെൻറ്റിൻ്റെ ട്രേഡ് ഫെയർ ആണ്. നമ്മൾ എല്ലാ വർഷവും അവിടെ ഒരു സ്റ്റോള് ഇത് വാടകയ്ക്കെടുത്ത്, ഇത് ഗവൺമെൻറ്റിൽ നിന്നാണ് വാടകയ്ക്കെടുക്കുന്നത്. അവിടെ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന കുറച്ച് മിഷണറിമാരുണ്ട്. അവർ വന്ന് ഇവിടെ 10,000 ആളുകൾ കടന്നു വരുന്ന ഒരു സ്ഥലമാണ്. അതിനകത്ത് പകുതിയിൽ കൂടുതൽ ആളുകളും ഇസ്ലാമിക് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള ആൾക്കാരാണ് വരുന്നത്.
അവർക്ക് ട്രാക്റ്റുകൾ കൊടുക്കുകയും ലക്ഷക്കണക്കിന് ട്രാക്റ്റുകൾ അവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് കഴിഞ്ഞു. അതുകൂടാതെ ഈ സ്റ്റോളിലേക്ക് നമ്മൾ ആളുകളെ ഇൻവൈറ്റ് ചെയ്താൽ അവിടെ നമ്മൾ ചെറിയ ബുക്ക്ലെറ്റുകളൊക്കെ വെച്ചിട്ടുണ്ട്. എൻ്റെ തന്നെ ചില പുസ്തകങ്ങൾ, ഞാൻ ഷാഡോ ഓഫ് ദി ഓൾമൈറ്റി, ആ മരണനിഴൽ താഴ്വര എന്ന മലയാളത്തിലുള്ള ഒരു ബുക്കാണ്, അത് സ്വാഹിലി ഭാഷയിൽ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കോപ്പികൾ, പിന്നെ ജീസസ് ഈസ് എ കൂൾ ഗായ് എന്ന് പറഞ്ഞ് ഞാൻ സ്റ്റുഡൻസിനെ, യങ്സ്റ്റേഴ്സിനെ ഉദ്ദേശിച്ച് എഴുതിയ ഒരു ബുക്കുണ്ട്. അതിൻ്റെ ട്രാൻസ്ലേഷൻ സ്വാഹിലിയിൽ ചെയ്തിട്ടുണ്ട്. അതുപോലെയുള്ള ചെറിയ ബുക്ക്ലെറ്റുകൾ പലതുണ്ട്. അങ്ങനെയുള്ള ബുക്ക്ലെറ്റുകൾ ഈ സ്റ്റോറിലേക്ക് വരുന്നവർക്കൊക്കെ കൊടുക്കുകയും നോൺ ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നവർക്ക് നമ്മൾ ന്യൂ ടെസ്റ്റമെൻറ്റും മറ്റും ഫ്രീ ആയിട്ട് കൊടുക്കുകയും ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ടിലുള്ള ആളുകൾക്ക് വളരെ ചെറിയ ഒരു പ്രൈസിന് നമ്മൾ ബൈബിൾ കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന, അങ്ങനെ വളരെ നല്ല ഒരു ശുശ്രൂഷ ഞങ്ങൾ പോകുന്നതിന് ശേഷം അവിടെ നടക്കാൻ കർത്താവിടയാക്കി എന്ന് തന്നെയല്ല, ക്യാപ്റ്റനും, നിങ്ങൾക്ക് എല്ലാവർക്കും ക്യാപ്റ്റനൊക്കെ അറിയാവുന്നത് കൊണ്ടാണ് ഞാൻ പറയുന്നത്, ക്യാപ്റ്റനും അവരുടെ ഫാമിലിയും വളരെ വിദൂരമായ ദേശങ്ങളിലെല്ലാം, ടാൻസാനിയയിലെ തന്നെ പല സ്ഥലങ്ങളിൽ ട്രാവൽ ചെയ്ത് അവരെ പോയി ബൈബിൾ പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നത്, അവരെപ്പോഴും എനിക്ക് അതിൻ്റെ ഇതെല്ലാം അയച്ചു തന്നുകൊണ്ടിരിക്കും. ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു പോയി. ഇപ്പോൾ എന്നോട് ഇപ്പോഴല്ല, അദ്ദേഹം തന്നെ ഇങ്ങനെ ഒത്തിരി സ്ഥലങ്ങളിൽ ഇപ്പോൾ പോകുന്നുണ്ട്. ഞാനില്ലെങ്കിൽ പോലും കാര്യങ്ങളെല്ലാം അവിടെ നടക്കുന്നതിന് കർത്താവ് സഹായിക്കുന്നു. പുള്ളി എന്നോട് പറഞ്ഞു, എടാ ഞാൻ നിൻ്റെ പ്രസംഗം എല്ലായിടത്തും പോയി പ്രസംഗിക്കുന്നതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഒരു കുഴപ്പമില്ല, അപ്പോൾ നമുക്ക് ഒരു ആശ്വാസമായി. അത് തന്നെയാണല്ലോ പ്രസംഗിക്കുന്നത്. വേറെ വല്ലതുമൊക്കെ പ്രസംഗിക്കുന്നതിനേക്കാൾ എൻ്റെ പ്രസംഗം എന്നുള്ളതല്ല, ആ ട്രൂ ബിബ്ലിക്കൽ പാറ്റേണിൽ തന്നെ ആ ട്രൂ സ്പിരിച്വാലിറ്റി ഫോളോ ചെയ്യത്തക്ക അങ്ങനെയുള്ള പ്രസംഗങ്ങളാണ് അദ്ദേഹവും നടത്തുന്നത് എന്ന് പറയുവാനിടയായി. ഇപ്പം ഞങ്ങൾ ട്യൂസ്ഡേയിൽ ഇവിടുന്ന് പോകുന്നു, വെനസ്ഡേയിൽ അവിടെ ചെല്ലുന്നു. തേഴ്സ്ഡേ ഒരു ദിവസമേ ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വീടെന്ന് പറഞ്ഞാൽ വാടക വീടാണ്. ആ വീട്ടിൽ ഞങ്ങൾ ഒരു ദിവസത്തേക്ക് താമസിക്കുന്നുള്ളൂ. അതിൻ്റെ പിറ്റേ ദിവസം 500-800 കിലോമീറ്ററൊക്കെ ദൂരത്തേക്ക് അങ്ങ് പോവുകയാണ്. പിന്നീട് ഞങ്ങൾ തിരിച്ച് അടുത്ത 20th തിരിച്ചു വരാൻ ഉദ്ദേശിക്കുന്ന അത്രയും സമയങ്ങളിലും യാത്രകളാണ്. പല സ്ഥലങ്ങളിൽ സുവിശേഷത്തിൻ്റെ ചർച്ചസിലെ ക്ലാസ്സുകൾ എടുക്കുകയും പാസ്റ്റേഴ്സിന് സെമിനാറുകൾ എടുക്കുകയും അങ്ങനെയുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. ജിനുവിനെ നിങ്ങൾ പരിചയപ്പെട്ടല്ലോ. ജിനു ഇതേപോലെ 9 വർഷമായിട്ട് ആഫ്രിക്കയിൽ, ടാൻസാനിയയിൽ താമസിച്ചുകൊണ്ട് ഇതുപോലെ സഭകളിൽ പഠിപ്പിക്കുകയും, പിന്നെ ജിനു കുറച്ചുകൂടെ ഈ കോളേജ് സ്റ്റുഡൻസിനിടയ്ക്ക് നല്ല മിനിസ്ട്രി കർത്താവ് ജിനുവിന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഗ്രാമങ്ങളിൽ ഈ ബൈബിളിൻ്റെ ഡിസ്ട്രിബ്യൂഷനും ടീച്ചിങ്ങും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. കർത്താവ് ജിനുവിൻ്റെ മിനിസ്ട്രിയെ ഒത്തിരി സഹായിച്ചു. അതോർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അതൊരു വലിയ സന്തോഷമായ കാര്യം. പിന്നെ തീർച്ചയായും ഇവാൻ്റെ വിവാഹത്തിന് പങ്കെടുക്കുവാനും മറ്റും കർത്താവ് ഇടയാക്കിയതോർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അതുപോലെ പൊന്നുവിനെയും പെട്രോയെയും കാണാനിടയാക്കിയതോർത്തും സ്തോത്രം ചെയ്യുന്നു. അവരുടെ വിവാഹത്തിന് പങ്കെടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, കഴിഞ്ഞില്ല. കാര്യം ആ സമയത്ത് ഞങ്ങളിവിടെ ഇല്ലായിരുന്നല്ലോ. റോബിൻ്റെയും റിയയുടെയും വിവാഹവും അങ്ങനെ വിവാഹിതരായ സഹോദരങ്ങൾ. വാസ്തവം പറഞ്ഞാൽ ഓരോ പുതിയ കുടുംബത്തെ കാണുമ്പോഴും വലിയ സന്തോഷമാണ്. കാരണം കുടുംബം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെയാണ്, ദൈവമാണ് അവരുടെ. അല്ലെങ്കിൽ ഇന്നലെ നമ്മൾ ദൈവവചനത്തിൽ നിന്ന് കേട്ടപ്പോഴും പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, അവർ സാധാരണ നിലയിൽ പറയുന്നത് പോലെ എവിടെയെങ്കിലും പോയി അങ്ങ് കെട്ടിയതല്ല, അവരെ യോജിപ്പിച്ച ഒരു മൂന്നാമത്തെ പിണി ചരടുണ്ട്, എ തേർഡ് സ്ട്രാൻഡ്, ദാറ്റ് ഈസ് ജീസസ്. അങ്ങനെ ആ തേർഡ് സ്ട്രാൻഡ് ഈ ഞാനെപ്പോഴും നമ്മൾ മുടി പിന്നുകയാണെങ്കിൽ പോലും 3 പിണിയിട്ടാണ് പിന്നുന്നത് അല്ലേ, 2 പിണിയിട്ട് പിന്നെ അങ്ങ് അഴിഞ്ഞു പോകും പെട്ടെന്ന്. അപ്പം ഭാര്യയും ഭർത്താവും അല്ലെങ്കിൽ പുരുഷനും സ്ത്രീയും തമ്മിൽ തന്നെ അവർ രണ്ടുപേരും കൂടെ ഇങ്ങനെ ചേർന്ന് കഴിഞ്ഞാൽ we do not know how far it will come together or stay together. പക്ഷേ മൂന്നാമതൊരു പിണിയുണ്ടെങ്കിൽ ആ പിണിയുടെ പ്രത്യേകത എന്താണ്? അത് ബാക്കിയുള്ളതിൻ്റെ രണ്ടിൻ്റെ ഇടയ്ക്കൂടി ഇങ്ങനെ കയറി പിണി എന്നാണല്ലോ പറയുന്നത്, ഇങ്ങനെ ഇടകലർന്നാണ് വരുന്നത്. എന്നതുപോലെ ഓരോ നിമിഷങ്ങളിലും വിവാഹിതരായ 3 പുതിയ ഫാമിലീസ് ഇവിടെ ഉള്ളപ്പോഴാണ് ഞാൻ ഈ പറയുന്നത്.
അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ആ മൂന്നാമത്തെ പിണിയായിട്ട് എപ്പോഴും യേശു കർത്താവ് നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണം. അവർക്ക് മാത്രമല്ല, വിവാഹിതരായ എല്ലാവർക്കും വേണ്ടിയുള്ള സന്ദേശമാണിത്. പക്ഷെ ആ ഒരു ദൈവ സാന്നിധ്യം, ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് 36 ഇയേഴ്സ് കഴിഞ്ഞു. എന്തുകൊണ്ട് ഞങ്ങൾക്ക് ഇത്രത്തോളം ബ്ലെസ്സഡ് ആയിട്ടുള്ള ഒരു ഫാമിലി ലൈഫ് കർത്താവ് തന്നു എന്ന് ചോദിച്ചാൽ ഒറ്റ കാര്യമേ ഉള്ളൂ. എപ്പോഴും വി മേഡ് ഷുവർ ഞങ്ങളുടെ മൂന്നാമത്തെ പിണിയായിട്ട് യേശു കർത്താവ് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ആ കർത്താവ് നമ്മളെ നിരന്തരമായിട്ട് നയിക്കാനും നടത്താനും എല്ലാവരും അതിനുവേണ്ടി തയ്യാറാകണം. ഞാനിവിടെ ഇല്ലാതിരുന്ന സമയത്താണ് ജീമോൻ ചാൻ്റെ വിവരം മാത്യു എന്നെ വിളിച്ച് പറഞ്ഞു. എപ്പോഴും ഞാൻ അന്വേഷിച്ചുകൊണ്ടിരുന്നു, ഏതാണെങ്കിലും കർത്താവ് തൻ്റെ ദാസന് വലിയ പ്രശ്നങ്ങളില്ലാതെ ഇത്രത്തോളം സൗഖ്യം കൊടുത്തതോർത്തും ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. പ്രതീക്ഷനെയും കുടുംബമായി ഡോണിയായും കാണുവാനിടയാക്കിയ കൃപയ്ക്കായും സ്തോത്രം ചെയ്യുന്നു. അങ്ങനെ ഇന്ന് ഞാൻ പറഞ്ഞത് എന്തുകൊണ്ടും സന്തോഷകരമായ ഒരു ദിവസമാണ്. എൻ്റെ പ്രിയ സഹോദരൻ കലൂരിലുള്ള ജോയ് ബ്രദർ വന്നിട്ടുണ്ട്. അദ്ദേഹം ഇന്ന് ഞാനിവിടെ ഉണ്ടെന്ന് ഞാനിങ്ങനെ പറഞ്ഞപ്പോൾ ആഗ്രഹത്തോടു കൂടെ നമുക്ക് ഒരുമിച്ച് ഒരു സന്ദർഭം ആരാധിക്കുവാനുള്ള ഒരു സന്ദർഭം കർത്താവ് ഒരുക്കി തന്നു. അതോടൊപ്പം ഞാൻ കർത്താവിന് നന്ദി കരയേറ്റുന്നു. ജയിക്കിനെയും എല്ലാവരെയും ഡാനിയെയും എല്ലാം കാണാനിടയാക്കിയതോടൊപ്പം ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇനി ഞാനിതിപ്പം ആദ്യത്തെ ഒരു ഇതുപോലെ പറഞ്ഞതാണ്. ഞാൻ ദൈവകൃപയാൽ എൻ്റെ ബൈപ്പാസിന് ശേഷം ഇവിടെ വന്ന് നമുക്ക് ഒരു നീണ്ട ഒരു ക്ലാസ് എടുക്കാനായിട്ട് കർത്താവ് സഹായിച്ചു. അതിനുശേഷം ഇത്രയും യാത്ര ചെയ്തിട്ടും ദൈവത്തിൻ്റെ കരുണ കൊണ്ട് വലിയ ഒരു പ്രോബ്ലം ഉണ്ടാകാതെ കർത്താവ് സൂക്ഷിച്ചു. ജെസ്സി പറഞ്ഞതുപോലെ അത് ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് പ്രേയേഴ്സ് ഓഫ് ഓൾ പീപ്പിൾ. ജനങ്ങളുടെ വ്യക്തികളുടെ പ്രാർത്ഥന കൊണ്ട് മാത്രമാണ്. വി ബിലീവ് ഇൻ പ്രെയർ, വി ട്രസ്റ്റ് ഇൻ പ്രെയർ. നമ്മൾ പ്രാർത്ഥനയിൽ വിശ്വസിക്കുന്നു, പ്രാർത്ഥനയിൽ ആശ്രയിക്കുന്നു. വിശ്വസിക്കുക മാത്രമല്ല, പ്രാർത്ഥനയിൽ ആശ്രയിക്കുന്നു. അതെല്ലാവർക്കും അതൊരു വലിയ കാര്യം. പ്രാർത്ഥനയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ യോജിപ്പിച്ച് നിർത്തുന്നതായ ഒരു പ്രധാന ഘടകം എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. ഹല്ലേലൂയ. അതേപോലെ എബിയെയും സൗഖ്യത്തോടെ കാണാൻ ഞാനും ജെസ്സിയും വളരെ പ്രാർത്ഥന കഴിച്ചുകൊണ്ടിരുന്നു. ഓരോ പ്രാവശ്യവും മാത്യുവിനെ വിളിച്ച് വിവരങ്ങളൊക്കെ അറിഞ്ഞുകൊണ്ടിരുന്നു. എന്നാൽ ഇന്ന് ഇത്ര സന്തോഷത്തോടു കൂടെ എബിയെ ഇന്നലെ കണ്ടപ്പോൾ തന്നെ ആ മുഖത്ത് നോക്കിയപ്പോൾ തന്നെ ഞങ്ങൾക്കൊരു ആശ്വാസമായിരുന്നു. കാര്യം നല്ല പ്ലസൻ്റായിട്ട് നല്ല ആ സന്തോഷം മുഖത്ത് തന്നെ കാണാൻ കഴിയുന്ന നിലയിൽ. വേദനകളുണ്ട്, ഇല്ലെന്നല്ല, പക്ഷേ എന്നാലും കർത്താവ് സൗഖ്യത്തെ കൊടുത്തതോർത്ത് ഞാൻ കർത്താവിന് നന്ദി കരയേറ്റുന്നു. നന്ദിക്ക് വേണ്ടിയാണ് ഇതെല്ലാം പറഞ്ഞത്. വി നീഡ് ടു ഗിവ് താങ്ക്സ് ടു ദ ലോർഡ് ഫോർ എവറിത്തിങ്. എല്ലാത്തിനായും നമ്മൾ സ്തോത്രം ചെയ്യണം. ഗിവ് താങ്ക്സ് ഫോർ എവറിത്തിങ്. നമ്മുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്യുന്ന ഏത് കാര്യത്തിനു വേണ്ടിയും നമ്മൾ നന്ദി കരയേറ്റേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ് എന്നുള്ളത് സംശയമുള്ള കാര്യമല്ലല്ലോ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഞാൻ ഇന്ന് നമ്മൾ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് പഠിക്കുവാൻ ഉദ്ദേശിക്കുന്നത് അന്ത്യോക്യയിലെ മാതൃകാ സഭയെക്കുറിച്ചാണ്. അന്ത്യോക്യയിലെ മാതൃകാ സഭ, അതാണ് ശരിക്കും ഇതിനൊരു ടൈറ്റിൽ തന്നെ കൊടുക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. അന്ത്യോക്യയിലെ മാതൃകാ സഭ. നമ്മൾ മാതൃകയുള്ളവരായിരിക്കണം എന്നതുപോലെ സഭകളും മാതൃകയുള്ള സഭകളായിരിക്കണം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിൻ്റെ കാരണം, ഇന്നിപ്പോൾ ആളുകൾ പൊതുവേ സുവിശേഷം പറയുമ്പോഴും ആളുകളൊക്കെ എന്നോട് ചോദിക്കും, സാജു ബ്രദറെ സുവിശേഷമൊക്കെ പറയാം, പക്ഷേ എങ്ങോട്ടാണ് ഇവരെ ഒന്ന് പറഞ്ഞു വിടുന്നേ? ഈ സഭയെ നോക്കാൻ നമുക്ക് പറയാൻ കഴിയാത്ത നിലയിലേക്കുള്ള ഒരു അവസ്ഥ, ഇങ്ങനെ സഭകളുടെ ഡിറ്റീരിയറേഷൻ, അത് ഇന്നത്തെ ഒരു വലിയ ഒരു പ്രോബ്ലമായിട്ട് വരുന്നുണ്ട്. പെർഫെക്റ്റ് ചർച്ച് അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. മാതൃകാ സഭ എന്ന് പറഞ്ഞതുകൊണ്ട് അത് പൂർണ്ണതയുള്ള സഭ എന്ന അർത്ഥത്തിലല്ല. ഏറ്റവും കുറഞ്ഞത് മറ്റുള്ളവരോട്, ഇപ്പം ജെസ്സി പറഞ്ഞല്ലോ, ആരെങ്കിലുമൊക്കെ നമ്മുടെ മെസ്സേജ് കേട്ടിട്ട് ഞങ്ങളെ വിളിക്കുമ്പോഴത്തേക്ക് കേരളത്തിൽ പല സ്ഥലങ്ങളിൽ നമുക്ക് അവരുടെ ഏത് ഏരിയയിൽ നിന്ന് അവർ വിളിക്കുന്നതനുസരിച്ച് നമുക്ക് ഒന്ന് പറഞ്ഞു വിടണമല്ലോ.
നിങ്ങൾ ഇന്ന സഭയിലേക്ക് പോ എന്ന് പറഞ്ഞു വിടുവാനുള്ള ചില സഭകൾ, ദൈവം അങ്ങനെ ചില സഭകളെ എഴുന്നേൽപ്പിച്ചിട്ടുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ചിലപ്പോൾ ഈ ഒരു പ്രോബ്ലം ഉണ്ട്. നമ്മൾ ചിന്തിക്കുന്നത് പോലെ ചിലപ്പോൾ ആളുകൾ പറയുമല്ലോ, എല്ലാം പോയി എന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. പക്ഷേ പൊതുവെ ഇന്ന് പണ്ടുള്ളതിനേക്കാൾ സഭകളുടെ മാതൃക കുറഞ്ഞു വരികയും നമുക്ക് പറഞ്ഞു വിടുവാൻ തക്കവണ്ണം അല്ലെങ്കിൽ കാണിച്ചു കൊടുക്കുവാൻ തക്കവണ്ണം സഭകൾ മാതൃകയോടെ നിൽക്കുന്നത് കുറഞ്ഞു വരുന്നതായ ഒരു കാലം, ഇല്ലാതെ വരുന്നു എന്ന് ഞാൻ പറയുന്നില്ല, കുറഞ്ഞു വരുന്നതായ ഒരു കാലഘട്ടമാണ്. അങ്ങനെ ഒരു കാലഘട്ടത്തിൽ ഒരു മാതൃകയുള്ള സഭയെ വേദപുസ്തകത്തിൽ നിന്ന് കാണിച്ചു തരുവാൻ, മാതൃകയുള്ള സഭയെ, നോട്ട് പെർഫെക്റ്റ് ചർച്ച്, മാതൃകയുള്ള സഭയെ കാണിച്ചു തരുവാനായിട്ട് ഞാൻ അങ്ങനെ വായിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ മനസ്സിൽ അന്ത്യോക്യ സഭ കടന്നു വന്നു. അതുകൊണ്ട് ഇന്ന് അന്ത്യോക്യ സഭയുടെ മാതൃക എങ്ങനെയായിരുന്നു എന്നുള്ളത് ഞാനൊന്ന് പറയാനാണ് ഉദ്ദേശിക്കുന്നത്. ശരിക്കും മാതൃക, യെരുശലേമിലെ സഭ ഒരു മാതൃകാ സഭയാണ്. നമ്മൾ പലപ്പോഴും ആദിമസഭ, നമ്മൾ അതിനെക്കുറിച്ച് ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട്. ആദിമസഭയിൽ എന്തൊക്കെയാണ് നടന്നത് എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ യെരുശലേമിലെ സഭ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മാതൃകയായിട്ട് പലപ്പോഴും പറയുകയും കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ഒരു സഭയാണ്. പക്ഷേ യെരുശലേമിലെ സഭയുടെ ഒരു പ്രത്യേകത, അത് അപ്പോസ്തലന്മാരാൽ നിറഞ്ഞു നിന്ന ഒരു സഭയാണ്. ആദ്യം, അതായത് യേശുവിൻ്റെ ശിഷ്യന്മാർ യേശുവിനോടുകൂടെ 3.5 വർഷം ജീവിച്ച് അവരൊക്കെ യെരുശലേം സഭയുടെ അംഗങ്ങളായി വന്നവരാണ്. ആദ്യ പെന്തിക്കോസ്ത് നാളിൽ 120 പേർ പരിശുദ്ധാത്മ സ്നാനം പ്രാപിച്ച് അവരും നല്ലൊരു ശതമാനവും ഈ സഭയുടെ അംഗങ്ങളായി ഒക്കെ ഉണ്ടായിരുന്ന ഒരു കാര്യമാണ്. എന്നാൽ ഞാൻ അന്ത്യോക്യ സഭ എടുക്കാൻ കാര്യം, യെരുശലേമിൽ നിന്ന് പുറത്ത് ഒരു മാതൃകാ സഭയുണ്ടെങ്കിൽ, കാര്യം നമ്മളിപ്പോൾ അപ്പോസ്തലന്മാരെല്ലാം കൂടെ 12 അപ്പോസ്തലന്മാരുള്ള സഭയല്ലല്ലോ നമ്മുടെ ഇവിടുത്തെ സഭകളൊക്കെ. അപ്പോസ്തലന്മാരുണ്ട്, പക്ഷേ ആ യേശുവിൽ നിന്ന് ഡയറക്റ്റായിട്ട് കേട്ട ആളുകളൊന്നും അല്ലല്ലോ നമ്മുടെ സഭകളിലുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് യെരുശലേം സഭയ്ക്ക് പുറത്തൊരു സഭ ഞാൻ ഒന്ന് പഠിക്കാനായിട്ട് തിരഞ്ഞെടുക്കാനുള്ള കാരണം. യെരുശലേം സഭയ്ക്ക് പുറത്ത്, യെരുശലേമിലെ സഭ ഒരു മാതൃകാ സഭയായിരുന്നു എന്ന് പറയാം, എന്നാൽ അത് അടിസ്ഥാനപരമായി ഒരു യഹൂദ സഭയായിരുന്നു, യഹൂദ സഭ. എന്നാൽ യെരുശലേമിന് പുറത്തുള്ളതായ അന്ത്യോക്യ സഭയുടെ പ്രത്യേകതകൾ നമ്മൾ വായിക്കുമ്പോൾ, അന്ത്യോക്യയുടെ കാര്യം തന്നെ നമ്മൾ പല കാര്യങ്ങളും കാണുന്നത്, ഇപ്പം അന്ത്യോക്യയെക്കുറിച്ച് നമ്മൾ ആദ്യം സുവിശേഷം അവിടെ എത്തുന്ന കാര്യം അപ്പോസ്തല പ്രവൃത്തി 11-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. 11-ാം അധ്യായത്തിൻ്റെ അതിൻ്റെ 19 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണുന്നത്, സ്തെഫാനോസ് നിമിത്തം ഉണ്ടായ ഉപദ്രവം ഹേതുവാൽ ചിതറിപ്പോയവർ യഹൂദന്മാരോടല്ലാതെ മറ്റാരോടും വചനം സംസാരിക്കാതെ ഫൊയ്നിക്യ, കുപ്രോസ്, അന്ത്യോക്യ എന്നീ പ്രദേശങ്ങളോളം സഞ്ചരിച്ചു. നമുക്കറിയാവുന്നതുപോലെ ആദിമസഭയ്ക്കുണ്ടായിരുന്ന ഒരു ഡ്രോബാക്ക് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവർ ചിന്തിച്ചത് യഹൂദന്മാർ മാത്രമേ വിശ്വാസത്തിലേക്ക് വരാൻ പാടുള്ളൂ. കാര്യം യഹൂദന്മാർക്ക് വേണ്ടിയാണ് യേശു കർത്താവ് മരിച്ചതെന്നുള്ള ഒരു ചിന്ത. അങ്ങനെ അവർ പറഞ്ഞില്ലെങ്കിൽ പോലും അവരുടെ മനസ്സിൽ കിടന്നത് സഭ എന്ന് പറഞ്ഞാൽ അതൊരു യഹൂദ സഭയായിരിക്കണം എന്നുള്ള ഒരു ചിന്ത. പ്രത്യേകിച്ച് യെരുശലേമിലെ സഭയിൽ യഹൂദന്മാർക്ക് പുറത്തുള്ളവരെ സ്വീകരിക്കുന്ന, വിജാതീയരായ ആളുകളെ സ്വീകരിക്കാൻ ആദ്യ സമയങ്ങളിലെല്ലാം അവർക്ക് ഭയങ്കര മടിയായിരുന്നു. അതുകൊണ്ട് സ്തെഫാനോസിൻ്റെ പ്രസംഗം കേട്ട് പല ആളുകൾ രക്ഷിക്കപ്പെട്ടു, അത് നമുക്കറിയാം. സ്തെഫാനോസ് കൊല്ലപ്പെട്ടു. സ്തെഫാനോസ് ഉപദ്രവിക്കപ്പെട്ടപ്പോൾ, പീഡിപ്പിക്കപ്പെട്ടതായ സമയത്ത് അടിസ്ഥാനപരമായി അവർക്ക് യെരുശലേമിൽ തുടരുവാനുള്ള ഒത്തിരി സാധ്യത, അല്ലെങ്കിൽ പീഡനം ഉണ്ടാകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ആളുകൾ മാറിപ്പോകുന്നത് ഒരു സാധാരണ കാര്യമാണ്. അത് ചിലപ്പം അതിനകത്തൊരു ദൈവിക പദ്ധതി ഉണ്ടോ എന്ന് തന്നെ നമുക്ക് ചിന്തിച്ചു പോകാം. കാര്യം യെരുശലേമിൽ പീഡനമൊന്നും ഉണ്ടായില്ലായിരുന്നെങ്കിൽ ആരും, കർത്താവ് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദയിലെല്ലായിടവും ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളവും എൻ്റെ സാക്ഷികളാകുമെന്ന് പറഞ്ഞു. അങ്ങനെ ഭൂമിയുടെ അറ്റത്തോളം സാക്ഷികളാകാൻ വേണ്ടി വിളിക്കപ്പെട്ട
ആദിമ സഭ യെരുശലേമിൽ ഒതുങ്ങിക്കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് സ്തെഫാനോസിൻ്റെ പീഡനം ഉണ്ടാകുന്നത്. ഞാൻ പറഞ്ഞ മനസ്സിലായല്ലോ. അതുകൊണ്ട് അവർ പുറത്തോട്ടൊന്നും പോകുന്നില്ല, വേറെ സ്ഥലങ്ങളിലൊന്നും സുവിശേഷം അറിയിക്കാനായിട്ട് അവർ പോകുന്നില്ല. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ യെരുശലേമിലെ സഭ ഒതുങ്ങിക്കൂടിയ, ആ മിഷൻ എന്നുള്ള ഒരു സങ്കല്പത്തിലേക്ക് വരാതെ ഒന്ന് ഒതുങ്ങിക്കൂടിയിരുന്നതായ കാലയളവ്. ആ ഒരു കാലയളവിൽ സ്തെഫാനോസിൻ്റെ പീഡനം അവിടെ ഉണ്ടാകുന്നത് നമ്മൾ കാണുന്നുണ്ട്. സ്തെഫാനോസിൻ്റെ പീഡനം ഉണ്ടാകുന്നു. അങ്ങനെ സ്തെഫാനോസിൻ്റെ പീഡനം ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മൾ കാണുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അപ്പോസ്തലന്മാരൊഴികെ ബാക്കിയുള്ളവരൊക്കെയും പലരും ചിതറിപ്പോയി. ഇവിടെയും വടക്കേ ഇന്ത്യയിലെ ചില സ്ഥലങ്ങളിൽ പീഡനങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് സുവിശേഷകർ പോലും ആ ഒരു സ്ഥലത്ത് നിന്ന് മറ്റ് പല സ്ഥലങ്ങളിലേക്ക് ചിതറിപ്പോകുന്നത് ഇപ്പോഴും സ്വാഭാവികമായി ചിലപ്പോൾ സംഭവിക്കാറുണ്ട്. എല്ലാവരും ആയിരിക്കത്തില്ല, ചില ആളുകൾ അവർ പോയി അവിടെ സുവിശേഷം പറയുന്ന ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ അതൊരു കുഴപ്പമില്ല എന്നുള്ളതാണ് എൻ്റെ ചിന്ത. ഇവിടുത്തെ പ്രത്യേകത എന്താണ്? അപ്പോസ്തലന്മാരൊഴികെ ബാക്കിയുള്ളവരെല്ലാം ചിതറിപ്പോയി. അങ്ങനെ ചിതറിപ്പോയവരായ ആളുകൾ, നമ്മൾ അതിൻ്റെ അപ്പോസ്തലപ്രവൃത്തി 11:19 സ്തെഫാനോസ് നിമിത്തമുണ്ടായ ഉപദ്രവം ഹേതുവാൽ ചിതറിപ്പോയവർ യഹൂദന്മാരോടല്ലാതെ മറ്റാരോടും വചനം സംസാരിക്കാതെ, അതായത് ഈ പീഡനമുണ്ടായി ചിതറിപ്പോയപ്പോഴും അടിസ്ഥാനപരമായി ഇവരുടെ മനസ്സിൽ അവർ ചിന്തിച്ചത് ആരോട് സുവിശേഷം അറിയിക്കണമെന്നാ? യഹൂദന്മാരോട്. ആ യഹൂദന്മാർ പല സ്ഥലങ്ങളിൽ താമസിക്കുന്നവരാണെങ്കിൽ അവർക്ക് പ്രശ്നമില്ല. പക്ഷേ അവരുടെ ബേസിക്കായിട്ട് അവരുടെ ബന്ധമെന്ന് പറയുന്നത് യഹൂദന്മാരോടായിരുന്നു. യഹൂദന്മാരോട്. അതിനകത്ത് കുറ്റം പറയാൻ പറ്റില്ല. കാര്യം ഇൻക്ലൂഡിങ് പിന്നീട് മറ്റുള്ളവരോട് സുവിശേഷം അറിയിക്കാൻ ഇറങ്ങിപ്പുറപ്പെട്ട പൗലോസ് പോലും, അല്ലെങ്കിൽ പൗലോസും ബർന്നബാസും ആദ്യം മിക്കപ്പോഴും ചെന്നത് എവിടെയാണ്? പള്ളികളിൽ സുവിശേഷം അറിയിക്കാൻ. വിജാതീയരിലേക്ക് തിരിയാൻ അല്പം ഒരു സമയം എടുത്തു എന്നാണ് നമ്മൾ കാണുന്നത്. 10-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വിജാതീയരോട് സുവിശേഷം അറിയിക്കുന്ന കാര്യമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പത്രോസ് വിജാതീയരോട് സുവിശേഷം അറിയിക്കുന്ന കാര്യം നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ അടിസ്ഥാനപരമായി വിജാതീയരോട് സുവിശേഷം അറിയിക്കുക എന്നുള്ള ആ ഒരു ദൗത്യം ഇവരെ ഏറ്റെടുത്തു എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് സ്തെഫാനോസ് നിമിത്തമുണ്ടായ പീഡനം കഴിഞ്ഞ് അങ്ങനെയുള്ളവർ ചിതറിപ്പോയവർ യഹൂദന്മാരോടല്ലാതെ മറ്റാരോടും വചനം സംസാരിക്കാതെ ഫൊയ്നിക്യ, കുപ്രോസ്, അന്ത്യോക്യ എന്നീ പ്രദേശങ്ങളോളം സഞ്ചരിച്ചു. അപ്പം അങ്ങനെ ചിലർ അന്ത്യോക്യയിലും വന്നു. അന്ത്യോക്യയിൽ വന്ന് അവർ അന്ത്യോക്യയിലുള്ളവരോട് ഉള്ള യഹൂദന്മാരോട് സുവിശേഷം അറിയിച്ചു. അവരിൽ ചിലർ കുപ്രോസ്കാരും കുറേനക്കാരുമായിരുന്നു. അവർ അന്ത്യോക്യയിലെത്തിയ ശേഷം അവരെന്ത് ചെയ്തെന്നറിയാമോ? യവനന്മാരോടും കർത്താവായ യേശുവിനെ കുറിച്ചുള്ള സുവിശേഷം അറിയിച്ചു. പെതിയെ ഇവരൊന്ന് അയഞ്ഞു തുടങ്ങുക. യഹൂദന്മാരോട് മാത്രമല്ല, യവനന്മാരോടും അവർ സുവിശേഷം അറിയിക്കുന്നതായ കാര്യമാണ് നമ്മൾ കാണുന്നത്. കർത്താവിൻ്റെ കൈ അവരോട് കൂടി ഉണ്ടായിരുന്നു. വലിയൊരു കൂട്ടം വിശ്വസിച്ച് കർത്താവിലേക്ക് തിരിഞ്ഞു. പക്ഷെ അവരിൽ കൂടുതൽ ആളുകളും യഹൂദന്മാർ തന്നെയാണ്. യവനന്മാരെന്ന് പറയുമ്പോഴും അവർ യഹൂദ പശ്ചാത്തലമുള്ള യഹൂദന്മാരായ, യഹൂദ വിശ്വാസം പിന്തുടരുന്നതായ ആളുകൾ അന്നും ഒത്തിരിയുണ്ട്. അവരൊരു പക്ഷേ യഹൂദ ജാതിയിൽപ്പെട്ടവരല്ലെങ്കിലും യഹൂദ വിശ്വാസം ഫോളോ ചെയ്യുന്ന ആളുകളുണ്ടായിരുന്നു. ഭക്തിയുള്ള പുരുഷന്മാർ എന്നൊക്കെ അവരെ പലപ്പോഴും വിളിക്കാറുണ്ട്. ഈ ആളുകൾ വലിയൊരു കൂട്ടം വിശ്വസിച്ച് കർത്താവിലേക്ക് തിരിഞ്ഞു. അവരെക്കുറിച്ചുള്ള ഈ വർത്തമാനം യെരുശലേമിലെ സഭയിലെത്തിയപ്പോൾ അവർ ബർന്നബാസിനെ അന്ത്യോക്യയോളം പറഞ്ഞയച്ചു. നോക്കുക, അവൻ ചെന്ന് ദൈവകൃപ കണ്ട് സന്തോഷിച്ചു. എല്ലാവരും ഹൃദയനിർണയത്തോടെ കർത്താവിനോട് ചേർന്ന് നിൽപ്പാൻ തക്കവണ്ണം പ്രബോധിപ്പിച്ചു. പിന്നെ ബർന്നബാസിനെ കുറിച്ചാണ് ചില കാര്യങ്ങൾ പറയുന്നത്.
ബർന്നബാസ് എന്ത് ചെയ്തു? തർസോസിലേക്ക് പോയി. 25-ാമത്തെ വാക്യത്തിൽ ശൗലിനെ കണ്ടെത്തിയാളെ അന്ത്യോക്യയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. അപ്പോൾ അന്ത്യോക്യക്കാരല്ലാത്ത സുവിശേഷകർ ഇപ്പോൾ ഇങ്ങോട്ട് വരിക. ആദ്യം ബർന്നബാസ് വന്നു, അത് കഴിഞ്ഞ് അന്ത്യോക്യയിൽ ശൗല് വരുന്നതാണ് നമ്മൾ കാണുന്നത്. അവർ എന്ത് ചെയ്തു? അവർ ഒരു സംവത്സരം മുഴുവൻ സഭായോഗങ്ങളിൽ കൂടുകയും ബഹുജനത്തെ ഉപദേശിക്കുകയും ചെയ്തു. ആദ്യം അന്ത്യോക്യയിൽ വെച്ച് ശിഷ്യന്മാർക്ക് ക്രിസ്ത്യാനികൾ എന്ന് പേർ ഉണ്ടായി. അതുവരെ യേശുവിനെ അംഗീകരിച്ച് വരുന്ന എല്ലാവരെയും വിളിച്ചിരുന്നത് ശിഷ്യന്മാരെന്നാണ്. അപ്പോസ്തല പ്രവൃത്തി നമ്മൾ വായിക്കുമ്പോഴെല്ലാം കാണുന്നതാണ് ശിഷ്യന്മാർ. എന്നാൽ അന്ത്യോക്യയിൽ അവിടെ കർത്താവിൻ്റെ വാക്കുകളെ കേട്ട് കർത്താവിനെ അനുസരിച്ച് അന്ത്യോക്യയിൽ വന്ന ജനങ്ങൾ, നല്ലൊരു കൂട്ടം ആളുകൾ, അവിടെ പറയുന്നത് വലിയൊരു കൂട്ടം ആളുകൾ എന്ന് അവിടെ എഴുതിയിരിക്കുന്നത് തന്നെ നമ്മളവിടെ വായിച്ചല്ലോ. വലിയൊരു കൂട്ടം വിശ്വസിച്ച് കർത്താവിലേക്ക് തിരിഞ്ഞു. ഈ വലിയ കൂട്ടം അവരെ പ്രബോധിപ്പിക്കുവാൻ വേണ്ടി ബർന്നബാസ് വന്നു. അതിനുശേഷം ബർന്നബാസ് എന്ന് ശൗലിനെ കൂടെ കൂട്ടിക്കൊണ്ട് ഇവിടെ അന്ത്യോക്യയിൽ വന്നു. അവിടെ വെച്ച് അവർ സഭായോഗങ്ങളിൽ കൂടുകയും ബഹുജനത്തെ ഉപദേശിക്കുകയും ചെയ്തു. ആദ്യം അന്ത്യോക്യയിൽ വെച്ച് ശിഷ്യന്മാർക്ക് ക്രിസ്ത്യാനികളെന്ന് പേരായി. ശിഷ്യന്മാരെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ആളുകൾ, ആ ആളുകൾ ഇപ്പോൾ അവരെ അറിയുന്നത് ക്രിസ്ത്യാനികൾ എന്നാണ്. അപ്പോൾ ഇതിനകത്ത് യവനന്മാർ ധാരാളം ആളുകൾ ഉണ്ടായിരുന്നു. യവനന്മാരായ ആളുകൾ, യവനന്മാരോട് അവർ സുവിശേഷം അറിയിക്കാൻ ഒരു പരിധിവരെ അവർക്ക് പ്രേരണയായത് 10-ാമത്തെ അധ്യായത്തിൽ പത്രോസ് ജാതികളോട് സുവിശേഷം അറിയിക്കുന്ന കാര്യം നമുക്കറിയാം. അതായത് കൈസരിയയിൽ ഇത്യാലിക എന്ന പട്ടണത്തിൽ കൊർന്നല്യോസ് എന്നു പേരുള്ള ഒരു ശതാധിപൻ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ആ വേദഭാഗം തുടങ്ങുന്നത്. ആ ശതാധിപൻ്റെ വീട്ടിലേക്ക് പത്രോസിനെ വിളിപ്പിച്ച് സുവിശേഷം കേൾക്കാൻ അദ്ദേഹം ആഗ്രഹിച്ചു. കർത്താവ് തന്നെ പറഞ്ഞു, നീ പോയി വിളിപ്പിക്കാൻ പറഞ്ഞു. അതേസമയം പത്രോസിന് ദൈവം ഒരു ദർശനം കൊടുത്തു. ആ ദർശനത്തിൻ്റെ അടിസ്ഥാന അർത്ഥം എന്നായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവൻ കണ്ടത് ലോകത്തിലെ സകല മൃഗങ്ങളെയും എല്ലാം കൂടെ ഒരു തുപ്പട്ടിയിൽ, ഒരു വലിയൊരു ഷീറ്റ്, അതിനകത്ത് വലിയൊരു തുപ്പട്ടിയിൽ അവൻ ഇറക്കിക്കൊണ്ട് വരുന്നു. അതിനെ അത് അറുത്ത് തിന്നാൻ പറഞ്ഞു. അവൻ പറഞ്ഞു, ഞാൻ ഇതുവരെ മലിനമായതൊന്നും തിന്നിട്ടില്ല. ഉടനെ കർത്താവ് തന്നെ പറഞ്ഞു, ദൈവം വിശുദ്ധീകരിച്ചതിനെ നീ മലിനമെന്ന് എടുക്കരുത്, പറയരുത്. അത് പക്ഷേ പത്രോസിന് മനസ്സിലായി. ഈ പറയുന്നത് ഈ കൊർന്നല്യോസിൻ്റെ ഭവനത്തിൽ ചെന്നപ്പോൾ ഞാനങ്ങ് പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്, അവർ രക്ഷിക്കപ്പെട്ടെന്നുള്ളത് സാക്ഷി പറയാൻ പോലും സമയം കിട്ടിയില്ല. അതിനു മുമ്പ് തന്നെ അവരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്ന് അവർ പരിശുദ്ധാത്മാവിൽ സംസാരിക്കുന്നു. ഇതെല്ലാം 10-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അത് യെരുശലേമിലുള്ളവർക്കൊരു പ്രേരണയായി എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. വിജാതീയരോടും കൂടെ സുവിശേഷം അറിയിക്കാൻ ഒരു പ്രേരണയായി. പക്ഷേ ഈ ഒരൊറ്റ കാര്യം കൊണ്ട് അവർ യഹൂദന്മാരെ വിട്ടങ്ങ് മാറി ജാതികളിലേക്ക് തിരിയാനൊന്നും അത്ര പെട്ടെന്നൊന്നും അവർ തയ്യാറായിരുന്നില്ല. എന്നാൽ അന്ത്യോക്യയിൽ വന്നപ്പോൾ അവർ യവനന്മാരോടും സുവിശേഷം അറിയിച്ചു. യവനന്മാരും കർത്താവിനെ സ്വീകരിച്ചു. അത് യെരുശലേമിലെ സഭയിൽ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ, വലിയ കൂട്ടം രക്ഷിക്കപ്പെട്ടു എന്നറിഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ ബർന്നബാസിനെ അന്ത്യോക്യയോളം പറഞ്ഞയച്ചു. ബർന്നബാസ് വന്ന് ഈ വലിയ കൂട്ടത്തെയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ പോയി തർസോസിൽ ചെന്ന് ശൗലിനെ കൂടെ കൂട്ടിക്കൊണ്ടുവന്നു. അങ്ങനെ ഇപ്പോൾ ഈ അന്ത്യോക്യയിലെ സഭയിൽ അടിസ്ഥാനപരമായി അവരുടെ ലോക്കൽ ആൾക്കാരുണ്ട്, എല്ലാം ഉണ്ട്. എന്നാൽ അവരോട് സഹകരിക്കുവാനായിട്ട് ബർന്നബാസുണ്ട്. ബർന്നബാസ് അന്ത്യോക്യയിലേക്ക് വരുന്നു. അതിനുശേഷം പൗലോസ് അന്ത്യോക്യയിലേക്ക് വരുന്നു. എന്നിട്ട് 27-ാമത്തെ വാക്യത്തിലേക്കൊക്കെ വരുമ്പോഴത്തേക്ക് അവിടെ നമ്മൾ കാണുന്നത്, ആ കാലത്ത് യെരുശലേമിൽ നിന്ന് പ്രവാചകന്മാർ അന്ത്യോക്യയിലേക്ക് വന്നു. ഞാനീ പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അന്ത്യോക്യ സഭ ഒരു ഈ ആത്മീയതയുടെ ഒരു കേന്ദ്രമായിട്ട് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്നെല്ലാം അപ്പോസ്തലന്മാർ, പ്രവാചകന്മാർ, എന്നിട്ട് 28-ാമത്തെ വാക്യത്തിൽ അഗബോസ് എന്നു പേരുള്ള ഒരുവൻ എഴുന്നേറ്റ് ലോകത്തിലൊക്കെയും മഹാക്ഷാമം ഉണ്ടാകും എന്ന ആത്മാവിൽ പ്രവചിച്ചു.
അപ്പോൾ അന്ത്യോക്യ സഭയിൽ ഈ കാര്യങ്ങളെല്ലാം അല്ലെങ്കിൽ ക്ഷാമം ഉണ്ടാകുന്ന കാര്യത്തെക്കുറിച്ച് പ്രവചിച്ചു. അപ്പോൾ ഇവരെ എല്ലാം അക്സെപ്റ്റ് ചെയ്യാൻ, സ്വീകരിക്കാനായിട്ട് അന്ത്യോക്യയിലെ സഭ തയ്യാറായിരുന്നു. അല്ലാതെ ഒരു സെക്ലൂഡഡ് ആയിട്ട് പോകാനായിട്ട് അവർ ആഗ്രഹിച്ചില്ല. ഇവരെയൊക്കെ സ്വീകരിച്ചു. യെരുശലേമിലെ സഭയുമായിട്ട് നല്ലൊരു റിലേഷൻ അവർ സൂക്ഷിച്ചു. അതിനെക്കുറിച്ച് ഞാൻ പിന്നീട് പറയാം. ഒരു നല്ല ബന്ധം അവർ സൂക്ഷിക്കുന്നുണ്ട്. അവിടെ നിന്ന് ആളുകൾ വരികയും മറ്റും ചെയ്യുന്ന കാര്യം. അപ്പോൾ അന്ത്യോക്യയിലെ ഈ മാതൃകാ സഭയുടെ മറ്റൊരു വലിയ മാതൃക എന്നാന്ന് ചോദിച്ചാൽ 29-ാമത്തെ വാക്യത്തിൽ, അതായത് 28-ാമത്തെ വാക്യത്തിൽ അഗബോസ് പ്രവചിച്ചു വലിയ ക്ഷാമം ഉണ്ടാകും. അത് ക്ലൗദ്യോസിൻ്റെ കാലത്ത് സംഭവിച്ചു. അപ്പോൾ വലിയൊരു ക്ഷാമമുണ്ടായി. ഇത് ഒരു പരിധിവരെ ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്ത ഒരു സ്ഥലം എന്ന് പറയുന്നത് യെരുശലേമിലെ സഭയാണ്. ആ യെരുശലേമിലെ സഭ ക്ഷാമത്തിലായി എന്നറിഞ്ഞു കഴിഞ്ഞപ്പോൾ അവിടെ കാണുന്നതെന്നറിയാമോ? 29-ാമത്തെ വാക്യത്തിൽ, അപ്പോൾ യഹൂദിയയിൽ പാർക്കുന്ന സഹോദരന്മാരുടെ ഉദവിക്കായി ശിഷ്യന്മാരിൽ ഓരോരുത്തൻ പ്രാപ്തി പോലെ കൊടുത്തയപ്പാൻ നിശ്ചയിച്ചു. അന്ത്യോക്യയിലെ സഭയുടെ പ്രത്യേകതയാണ്. അതായത് ഞങ്ങളുടെ സഭയിലുള്ളതെല്ലാം ഞങ്ങളുടെ സഭ വേണമെന്നല്ല, അല്ലെങ്കിൽ ഇതിനെ കൂട്ടിവെക്കാനുള്ള വലിയൊരു മോഹമല്ല. പ്രത്യുത പ്രതിസന്ധിയിലിരിക്കുന്ന ആ യെരുശലേമിലെ സഭയ്ക്ക് ഉദവി കൊടുത്തു വിടുവാൻ അവർ പറഞ്ഞു, നമ്മുടെ സഹോദരങ്ങളാ, അവരാ നമ്മുടെ അടുത്ത് വന്ന് ആദ്യം സുവിശേഷം പറഞ്ഞത്, അവരാണ് ഇപ്പോൾ വിഷമത്തിലായിരിക്കുന്നത്. അതുകൊണ്ട് ഈ അന്ത്യോക്യയിലെ സഭ എന്ത് ചെയ്യുകയാണ്? യെരുശലേമിലേക്ക് അങ്ങോട്ട് കൊടുത്തു വിടുക. വേറൊരു രീതിയിൽ പറഞ്ഞാൽ, മിഷൻ ഫീൽഡിൽ നിന്ന് മിഷണറിമാരെ അയച്ച സഭയിലേക്ക് പൈസ കൊടുത്തു വിടുന്ന പോലെ. മിഷൻ ഫീൽഡിൽ നിന്ന് അന്ത്യോക്യ സഭ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ യെരുശലേമിലെ സഭയുമായി ബന്ധപ്പെട്ട് നോക്കിക്കഴിഞ്ഞാൽ യെരുശലേമിലെ സഭയിൽ നിന്നാണല്ലോ ഇവിടെ അന്ത്യോക്യയിൽ വന്ന് സുവിശേഷമൊക്കെ പറഞ്ഞത്. എന്നിട്ട് അവിടെ സഭ ഫ്ലറിഷ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, നമ്മുടെ അടുത്തേക്ക് സുവിശേഷവുമായി വന്ന യെരുശലേമിലെ സഭയിൽ ഇപ്പോൾ പ്രതിസന്ധിയാണ്, അതുകൊണ്ട് നമ്മൾ അവരെ സഹായിക്കണം എന്ന് പറഞ്ഞ് അവരുടെ അടുത്തേക്ക് സഹായം എത്തിച്ചു കൊടുക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ കാണുന്നത്. കണ്ടോ, അന്ത്യോക്യ സഭയുടെ മാതൃക എന്ന് പറയുന്നത്. ഞങ്ങൾക്കുള്ളത് ഞങ്ങൾക്ക് എന്ന് പറഞ്ഞ്, അപ്പം ഇവിടെ നമുക്ക് പല വലിയ സഭകളും അവർക്ക് ഒരു മിഷൻ സങ്കല്പമോ ആളുകളെ സഹായിക്കുന്ന കാര്യത്തെക്കുറിച്ചോ അങ്ങനെയുള്ള കാഴ്ചപ്പാടുകളൊന്നും ഉണ്ടാകാതെ ഈ പുറത്തുള്ള പല സഭകളും പൈസ എക്സ്ട്രാ ആയി കഴിഞ്ഞാൽ അവർ കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന, കൊറിയയിലെ ഒരു വലിയ സഭയുടെ കാര്യം നമ്മൾ കേട്ടിട്ടുണ്ട്, ചിലർക്കറിയാം. എന്താണെന്നറിയാമോ? അവിടെ ഗവൺമെൻറ്റൊക്കെ ഇടപെടേണ്ടി വന്നു. എന്താണെന്നറിയാമോ? സഭയുടെ പൈസ ആ സഭയുടെ പാസ്റ്ററുടെ മോനൊക്കെ ഇൻവോൾവ് ചെയ്ത് ഒരു കമ്പനിയിൽ അവർ ഇൻവെസ്റ്റ് ചെയ്തു. എന്നിട്ട് ആ കമ്പനി പൊട്ടി. നോക്കുക, സുവിശേഷത്തിന് വേണ്ടിയല്ല ഇൻവെസ്റ്റ് ചെയ്തത്. ഈ കിടക്കുന്ന പൈസ ഇങ്ങനെ കിടക്കുകയല്ലയോ, ഇഷ്ടംപോലെ പൈസ കിടക്കുകയല്ലേ, അത് കൂട്ടാൻ പിന്നെയും കൂട്ടാൻ, ഉപയോഗിക്കാതെ കിടക്കുന്ന പണം കൂട്ടിവെക്കാനാണ് അവർ പരിശ്രമിക്കുന്നത്. പക്ഷേ അന്ത്യോക്യ സഭ പറഞ്ഞു, ദൈവം നമുക്ക് ആവശ്യത്തിനുള്ളത് തന്നിട്ടുണ്ട്. അത് നമ്മളെ സുവിശേഷത്തിലേക്ക് നയിച്ച വ്യക്തികളുടെ ഉദവിക്കായി അവരുടെ ദാരിദ്ര്യത്തിൻ്റെ സമയത്ത് നമ്മളവരെ സഹായിക്കണം എന്ന് പറഞ്ഞ് അവർക്ക് കൊടുത്തുവിടുന്നതായ, അവരെ സഹായിക്കുന്നതായ അതൊരു മാതൃകയായി നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ സഭയുടെ പണമൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മിഷൻ എന്ന് പറയുന്നത് അതിനുവേണ്ടി നമ്മളെ പണമൊക്കെ അത് ബോധപൂർവം, അതായത് ബുദ്ധിയില്ലാതെ ഉപയോഗിക്കണമെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ അത് നമ്മുടെ കൺസേൺ ആയിരിക്കണം. പാവപ്പെട്ടവരുടെ, പ്രയാസം അനുഭവിക്കുന്നവരുടെ ദുഃഖം നമ്മുടെ ദുഃഖമായിരിക്കണം. നഷ്ടപ്പെട്ടു പോകുന്ന ആത്മാക്കളെ നേടുക എന്നുള്ള ഭാരം നമ്മുടെ സഭകളുടെ ഭാരമായിരിക്കണം. അങ്ങനെയുള്ള സഭകളാണ് മാതൃകാ സഭകൾ. അല്ലാതെ ഒരു സഭ അത് പണിത് വേറെ ആരെയും അടുപ്പിക്കാതെയും എങ്ങോട്ടും ഒന്നും പോകാതെയും ഇരിക്കുന്നതല്ല.
നമ്മൾ ദൈവം നമ്മളെ വിളിച്ചതുപോലെ വിളിച്ച ആളുകളുണ്ട്. അവരുടെ പ്രതിസന്ധികളിൽ അവരെ സഹായിക്കാൻ നമ്മൾ തയ്യാറാകണം. അതേപോലെ സുവിശേഷം അറിയാതെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങളുടെ മധ്യത്തിലേക്ക് സുവിശേഷവുമായി പോകുവാൻ, അവരെ അയക്കുന്ന കാര്യത്തെക്കുറിച്ചൊക്കെ പിന്നെ നമ്മൾ കാണുന്നുണ്ട്. ഈ മാതൃകാ സഭയുടെ പ്രത്യേകതകൾ നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെ ഒരു സഭയായിരുന്നു ഈ നമ്മൾ പറഞ്ഞ അന്ത്യോക്യയിലെ സഭ എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്.